ഹോൾ വീഡിയോ കാണിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഇതിൽ വരാൻ നിൽക്കുന്നത്. ഹായ് ഹലോ, പുതിയ വീഡിയോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പഴയ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മോളേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അവൾക്ക് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം പറഞ്ഞിട്ടേ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി. ഇപ്പം മോള് സ്കൂളിൽ നിന്ന് വന്ന് അവൾക്ക് ചായ എടുത്ത് കൊടുത്തിട്ട് ഉറങ്ങിയതാട്ടോ. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 7 o'clock അടുക്കി ആവാൻ പോകുന്നു. പക്ഷെ ഉറക്കം കിട്ടുന്ന നല്ലൊരു കാര്യമല്ലേ. മോൾക്ക് വയ്യാതിരുന്നുകൊണ്ട്, സെറയ്ക്ക് വയ്യാതിരുന്നുകൊണ്ട് രാത്രി ഇന്നലെ എനിക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അവളുടെ റാഷസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണമല്ലോ, ആയതുകൊണ്ടിട്ട്. അപ്പം ഞാൻ ആ ഉറക്കം അങ്ങോട്ട് വന്ന ഉടനെ അങ്ങോട്ട് തീർത്തു. വളരെ സന്തോഷം, സമാധാനം. അപ്പം നമുക്കിനി ഒരു ഹോൾ വീഡിയോ കണ്ടാലോ. ഹലോ, അപ്പൊ നമുക്കൊരു ഹോൾ വീഡിയോ ആവാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോയി. ഞാൻ പോയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള ഒരു സ്റ്റുഡിയോ ആണ് കേട്ടോ. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള സ്റ്റുഡിയോ ആണ്. ഹോസ്പിറ്റൽ വീട് അങ്ങനത്തെ ഒരു മൈൻഡിൽ കുറച്ച് ദിവസമായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഉറങ്ങി എണീറ്റോണ്ടിട്ടാണ് മോഹം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ കരുതി നിന്ന് ഹോൾ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കരുതി, ചുമ്മാ ഒരു രസത്തിന്. അപ്പം ഒന്ന് ഹോൾ വീഡിയോ കാണിച്ചാലോ. നമ്മുടെ ഈവയുടെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ, October 2 ഈവയുടെ ബർത്ത്ഡേ. അപ്പം അവക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ശരക്കുട്ടിക്ക് വേണ്ടിയിട്ടും അല്ലേ. ഇത് ട്യൂഷന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ട്യൂഷനും പിന്നെ റെഗുലർ, അല്ലാതെ നമുക്ക് വളരെ എന്താ പറയണത് ക്യാഷ്വലായിട്ടൊന്നും വെയർ ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ട്യൂഷന് പോകുമ്പോഴും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്കിങ്ങനെ ഭയങ്കര നീട്ടമുള്ള കയ്യും കാലുള്ള ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് സംഭവം, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല കോട്ടൺ ആണ് ഇത്. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കാറുണ്ട് ഡ്രസ്സൊക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഡ്രസ്സിനൊക്കെ. 599 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. കണ്ടോ, പിരിക്കണം ഇങ്ങനെ. ഓക്കെ, സോറി. 599 ആണ് ഇതിൻ്റെ പ്രൈസ്. നല്ല കോട്ടൺ ആണ്, കളർ കൊള്ളാം, അവളിട്ടിട്ടും കൊള്ളാം. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഇടിച്ചൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. സംഭവം കൊള്ളാം, അടിപ്പൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം അവരുടെ പ്രായത്തിൽ എനിക്ക് പൊതുവെ പെൺകുട്ടികളെ കുറച്ച് നല്ല ഭംഗിയുള്ള, കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടിച്ച് നടത്തുന്നതാണ് ഇഷ്ടം. അതാണ് അവരുടെ ഒരു ഭംഗി. അല്ലാതെ ഇത്തരം കയ്യൊക്കെ ഉള്ളതൊക്കെ ഇടാനൊക്കെ ഇനിയും കൂടി സമയം കിടക്കുന്നു. പക്ഷെ എന്ത് പറയാനാ, ട്യൂഷൻ ക്ലാസ്സിലും അങ്ങനെയൊക്കെ പോകണമെങ്കിൽ അവർക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇത്. അത്രേ ഉള്ളൂ. സ്റ്റുഡിയോയിൽ ഒത്തിരി മോഡേൺ ഡ്രസ്സുകളുണ്ട്, എന്തുമാത്രം മോഡേൺ ഡ്രസ്സുകളാട്ടോ. പക്ഷെ ഞാൻ അവിടെ നിൽക്കാറുണ്ട് കേട്ടോ അവർക്ക്. ഇപ്പം ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. സംഭവം കണ്ടോ, ഇത് മീഡിയം സൈസാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 499. ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് ഒരു നെറ്റിൻ്റെ ആണ്. അതിനകത്ത് വന്നിട്ട് എന്തോ ചെറുതായിട്ടൊരു ഇങ്ങനത്തെ ഒരു തുണി. ഇത് 499, ആ റേഞ്ചൊക്കെ ഉള്ളൂ. പിന്നെ അടുത്തത് ഇതൊക്കെ എടുത്തത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിൻ്റെയും പ്രൈസ് വന്നിട്ട് 499 ആണ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു മോഡൽ. ഇവിടെ ഇങ്ങനെ 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 സൈഡിൽ ഇങ്ങനെ ഒരു എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇങ്ങനത്തെ ഒരു സംഭവം. ഫ്രണ്ട് ഒന്ന് കാണിച്ചു തന്നെ. അതിങ്ങനെ ഇതല്ലേ ഫ്രണ്ട്, ഇതോ ഫ്രണ്ട്. സോറി, ഇതാണ് ഫ്രണ്ട് അല്ലേ. ഉറക്കച്ചെടി മാറിയിട്ടില്ല, ഇതാണ് സംഭവം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ജീൻസ് കേട്ടോ. ജീൻസ് നല്ലതായിരുന്നു കേട്ടോ. ഇതിൻ്റെ 28 ആണ് ഇവരുടെ സൈസ്, സ്മോള്. 899. ബ്ലാക്ക് ജീൻസ് അവർക്ക് കളക്ഷൻ ഇല്ലാത്തത് ബ്ലാക്ക് ആണ്. പക്ഷെ ഇത് പ്യുവർ ബ്ലാക്ക് അല്ല, എന്നാലും ബ്ലാക്ക് ഷെയ്ഡ് ആണ് താനും. ജീൻസ് ഞാൻ എടുക്കാറുണ്ട് സ്റ്റുഡിയോന്ന്. എനിക്ക് എൻ്റെ ജീൻസ് എല്ലാ സ്റ്റുഡിയോ എന്നാണ്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമ്മുടെ ലീഡ്, അത് നമ്മളുടെ സാം എടുക്കുന്നതാണ്. അല്ലാതെ എനിക്ക് സ്റ്റുഡിയോ ജീൻസ് ഒക്കെ കംഫർട്ടാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. 899 ഉള്ളു. 899 എന്നൊക്കെ പറഞ്ഞാൽ വെർത്തല്ലേ, ഭയങ്കര എന്താ പറയുക, പ്രൈസ് ഭയങ്കര ലോവർ പ്രൈസ് ആണ്, എന്നാലും അതിന് വെർത്തുമാണ്. സൂപ്പർ അല്ലേ. പിന്നെയാണ് എന്റെ ചെറുകുട്ടിയുടെ ഡ്രസ് വരുന്നത്. ചെറുകുട്ടിക്ക് തന്നെ ചിരി വരുന്നു കേട്ടോ എന്റെ വർത്താനം കേട്ടിട്ട്. ചെറുകുട്ടിയായിട്ട് ഞാൻ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുള്ളത്. ഇത് ചെറുകുട്ടിയുടെയാ കുട്ടിയുടുപ്പ്, കണ്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 399 ആണ്. ഇത് വെരി സ്മോൾ, എക്സസ്.
ഈ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് അറിയാം, അത് ടീനേജ് കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. ടീനേജ് പിന്നെ ഇവരുടെ പ്രായം കേട്ടോ, ഈ ഡ്രസ്സുകൾ എടുക്കാൻ പോകുമ്പോണ്ടല്ലോ, എന്താ പറയുന്നത്, ഇവരുടെ പ്രായത്തിനൊത്ത ഡ്രസ്സ് ഒന്നുമില്ലെങ്കിൽ ഇവർക്ക് വലുതായിരിക്കും, അല്ല ചെറുതായിരിക്കും. നമുക്കൊരു കാൽക്കുലേഷൻ ഇപ്പൊ കിട്ടുന്നില്ല. ഈ കുറച്ച് ദിവസങ്ങൾ, കുറച്ച് നാളുകളായിട്ട്. പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു ഒരു ഡ്രസ്സ് എടുക്കാൻ. ഇപ്പൊ നടക്കത്തില്ല, ഇവരെന്തായാലും കൊണ്ടുപോകണം. എന്നാലും പോകുമ്പോ എല്ലാ സ്ഥലത്തും ഒരു കളക്ഷൻ ഉണ്ടായെന്ന് വരത്തില്ല ഈ ഒരു കാറ്റഗറിയുടെ, പ്രത്യേകിച്ച് ഇവയുടെ ഏജിലൊക്കെ ഉള്ളവരുടെ ഡ്രസ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടാൻ ഇത്തിരി പണിയാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിയോയില് കുഴപ്പമില്ല ഉണ്ട്, പക്ഷെ സ്റ്റുഡിയോയില് ഏറ്റവും ഭംഗിയുണ്ടല്ലോ സ്ലീവ്ലെസ് ടൈപ്പ്, എന്താ പറയുക, നല്ല കാഷ്വൽ വെയേഴ്സ് ഒത്തിരി ഉണ്ട്, അടിപൊളി. എന്താ പറയുന്നത്, എനിക്ക് കുറെ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, ഇപ്പം ഞാൻ നല്ല ഡ്രസ്സുകൾ എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ കൈ ഉള്ളതൊക്കെ ഇതൊക്കെ ഉള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. കൈ കാലൊക്കെ ഇത്ര ഉള്ളതൊക്കെ. പക്ഷെ ഇവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ, സ്ലീവ്ലെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവരുടെ ട്യൂഷൻ ക്ലാസ്സിൽ കുഴപ്പമൊന്നുമില്ല, സ്കൂൾസിലൊന്നും അങ്ങനെ അലൗഡ് ഒന്നും അല്ല എന്തോ. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനത് പ്ലേ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ കരുതി എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാമല്ലോ, അത്രേ ഉള്ളൂ. അടുത്തത് ഇതെന്റെ ശരക്കുട്ടിയുടെയാണ്, ഇതൊരു പീച്ച് കളറാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 399 അല്ലേ? ഇത് ഇഷ്ടപ്പെട്ടോ ശരക്കുട്ടിക്ക്? ശരക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും നല്ല എന്താ പറയണത്, കോട്ടൺ മിക്സ് ആണ് കേട്ടോ, എന്നാലും നല്ല സുഖമായിരിക്കും. കൊച്ചിട്ടിട്ട് തന്നെ കൊച്ചു തന്നെ പറഞ്ഞു ഡ്രസ്സ് തേകത്തുണ്ടെന്ന് അറിയുന്നില്ല എന്ന്, അത്ര സുഖമുണ്ടെന്ന്. ഇതൊക്കെ വേർത്തല്ലേ ഈ പ്രൈസിന്? 399 രൂപയ്ക്കൊക്കെ എവിടെ കിട്ടാനാ? ഇങ്ങനത്തെ ക്ലോത്തിന്റെ ഒന്നും കിട്ടത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഏതെടുത്താലും 10 രൂപ എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുള്ള ഒരു ഏരിയ ആയിട്ട് സ്റ്റുഡിയോയിലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് മോസ്റ്റ് കംഫർട്ടബിൾ, അതേപോലെ തന്നെ മോസ്റ്റ് അട്രാക്റ്റീവ് ഏരിയ ഓഫ് മൈൻഡ്. എല്ലാവർക്കും, എല്ലാ കൊച്ചു കുട്ടികൾക്കും, അതേപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന യൂത്തുകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരിക്കും. ഞാൻ ഈ അച്ഛന്മാരുടെ ഈ മറ്റേ പ്രസംഗം പോലെ ഞാനത് ദീർഘിപ്പിക്കുന്നില്ല, മറ്റൊന്നുമേ അല്ല. ദാണ്ടെ നമ്മളുടെ സ്റ്റുഡിയോ പെർഫ്യൂം ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇത് ലാസ്റ്റ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ടർആമിൽ ഇങ്ങനത്തെ ഒരു സംഭവം അടിക്കുകയാണെങ്കിൽ അത്യാവശ്യം മണമൊന്നും ഇല്ലാണ്ടൊക്കെ നിന്നോളും. ബാഡ് സ്മെല്ല് നമുക്ക് കുറച്ച് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ അല്ല. പക്ഷെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, വീട്ടിലിരിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്, പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. നല്ല മണം, വാങ്ങിപ്പിക്കാൻ പറ്റില്ല. ഒരു ലാവൻഡർ സ്മെൽ കൊള്ളാം. ഇതിന്റെ വില പറയട്ടെ എത്രയാണെന്നോ? ഇതിന്റെ വില വന്നിട്ട് ഐ തിങ്ക് ഇതിന്റെ പ്രൈസ് ഈസ് സൺ കിസ്ഡ്. എന്നെ സണ്ണ് കിസ് ചെയ്ത് എന്നെ ഈക്കോലം ആക്കി, എന്റെ മുഖത്തൊക്കെ ഫ്രിക്കിൾ വന്നിട്ട്. അപ്പൊ ഇതിന്റെ പെർഫ്യൂമിന്റെ പേരാണ് സൺ കിസ്ഡ് എന്ന് പറഞ്ഞിട്ട്, ബ്രാൻഡ് ഒന്നും അല്ല, പക്ഷെ കൊള്ളാട്ടോ, നല്ല മണം. 99 രൂപ, അത്ര ഉള്ളൂ. 99 രൂപയ്ക്ക് എവിടെയാണ് ഗൈസ് മണമില്ലാത്ത പെർഫ്യൂം? 99 രൂപ എടുത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ 99 രൂപ എടുത്ത് നമുക്ക് സ്റ്റുഡിയോ തരുന്ന ഈ പെർഫ്യൂം മോർ ദാൻ വർത്ത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടുത്തത് നെക്സ്റ്റ് ഇത് കട്ട് ചെയ്തു. അടുത്തത് നമ്മളുടെ ഈ സംഭവം കേട്ടോ, ആർട്ടിഫിഷ്യൽ നെയിൽസ്. ഇത് വന്നിട്ട് ഈ നെയിൽ സെറ്റിൽ ഒരെണ്ണത്തിൽ 24 പീസസ് ഉണ്ട്. ഇത് റീയൂസബിൾ ആണ്. ഇതിന്റെ ഒപ്പം തന്നെ ഗ്ലൂവും കൂടെ ഉണ്ട് കേട്ടോ. സംഭവം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറ്റുന്നൊരു ഒക്കേഷൻ വരുമ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓൺലൈനിലൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ, അപ്പം ഞാനത് നോക്കാമെന്നത്. എനിക്ക് നമുക്ക് സലൂണിലൊന്നും പോയിട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. നെക്സ്റ്റ് പ്ലീസ് എക്സ്ക്യൂസ് മീ. 179. അടുത്തത് ലിപ് ലൈനർ ആണ്. ലിപ് ലൈനർ വന്നിട്ട് 99 രൂപയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ചുണ്ടത്തിടുന്നതിൻ്റെയൊക്കെ എന്തുമായിരിക്കും എന്ന് എനിക്ക് അറിയാൻ മേല. കളർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എടുത്തു. വരുന്നുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. ഇത് ടാറ്റയുടെ ആണല്ലോ, ടാറ്റ അത്ര മോശമല്ലല്ലോ. അങ്ങനെ പിന്നെ അടുത്തത് എന്താ? അടുത്തത് ഇവയ്ക്ക് കുറച്ച് ഇതാണ്. ടോറിങ് അല്ലല്ലോ ഇത്, റിങ് അല്ലേ, കയ്യിലിടുന്നതല്ലേ, കയ്യിലിടുന്ന കുറച്ച് റിങ്സ് ആണ്. ഇതിന്റെ വില വന്നിട്ട് 99 രൂപയാണ് കേട്ടോ. ഒന്നും പറയാനില്ലല്ലോ, പിള്ളേരുടെ ടീംസിന്റെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് ഇത് 79 റുപ്പീസ് കേട്ടോ.
ഈ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. ഒത്തിരി സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ടാറ്റയുടെ ആണല്ലോ, ഞാൻ ഒരു ഇതിനെയും പ്രൊമോട്ട് ചെയ്യുകയല്ല കേട്ടോ. പക്ഷെ അവർ ഒരുപാട് പേർക്ക് എല്ലാം അവൈലബിൾ ആക്കി. സത്യം പറഞ്ഞതൊക്കെ സത്യം പറഞ്ഞാലും എപ്പോഴും പറയും, പോട്ടെ വിട്ട് കളഞ്ഞേക്കേട്ടാ, ഞാൻ ആവശ്യമില്ലാണ്ട് നുണ പറയാറില്ല, ആവശ്യമുള്ളപ്പോൾ നുണ പറയാറുണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ. ഇത് വന്നിട്ട് 49 റുപ്പീസേ ഉള്ളൂ. ഇതുപോലെ തന്നെ അത്യാവശ്യം ഇതൊക്കെ അഫോർഡബിൾ അല്ലേ. 49 രൂപയ്ക്കൊക്കെ നമ്മള്, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഡിഗ്രിക്കും PG-ക്കൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ട്, ഇതൊക്കെ വലിയ സംഭവമായിരുന്നു. അന്നൊക്കെ ഇതൊക്കെ ഒരു 50-60 രൂപയൊക്കെ കൊടുക്കണം. പക്ഷെ അതാണ് വെറും 49 രൂപയ്ക്ക് കിട്ടുന്നത് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ 79 രൂപയുടെ കാജൽ സ്റ്റുഡിയോന്റെ. പക്ഷെ ഞാൻ ഈ കോസ്മെറ്റിക്സ് ഒരിക്കലും ഞാനിങ്ങനെ നല്ലതാണെന്ന് പറയത്തില്ല. അത് ബ്രാൻഡഡ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്നതായിരിക്കാം നമ്മുടെ സ്കിന്നിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നല്ലത്. പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കാണുമ്പോൾ വാങ്ങാൻ തോന്നും. അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫീലിങ്സ്. പിന്നെ ഞാനൊരു ചുവന്ന കളർ നെയിൽ പോളിഷ് വാങ്ങിച്ചു ഗൈസ്. എൻ്റെ കയ്യിൽ തീരെ, എൻ്റെ കൈക്ക് വലിയ ഭംഗിയില്ല. കൈക്ക് എന്ന് പറഞ്ഞാൽ പണിയെടുത്ത് സാന്റി ക്രൂസ് എൻ്റെ കൈ വൃത്തികേടാക്കി. കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെ വന്ന കൈയാണെന്ന് അറിയോ? ആ മനുഷ്യൻ്റെ കൂടെ എന്ന് കൂടിയോ അന്ന് തൊട്ടിട്ട് പാത്രം കഴുകി കൈയുടെ കോലമൊക്കെ കെട്ടു. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ സ്റ്റുഡിയോ, അപ്പോൾ ഇത് മിക്കവാറും ഇവയുടെ ഓണ്ടായിരിക്കും. എൻ്റെ ഓണ്ടാവാൻ ചാൻസ് ഇല്ല. നിനക്ക് ഇഷ്ടമായോ ഇത് റെഡ്? പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ് സ്റ്റെയിൻ ആണ്. ഇതിൽ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. നല്ലതാണ് കേട്ടോ ഈ ലിപ് സ്റ്റെയിൻ. ഞാനത് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഞാനിപ്പോൾ ചുണ്ടത്ത് സ്റ്റുഡിയോൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇട്ടിരിക്കുന്നത്. ചുമ്മാ എനിക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കും. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടേ ആർക്കും കൊടുക്കത്തുള്ളൂ. അതെൻ്റെ ഒരു പണ്ടുള്ള സ്വഭാവമാണ്. ഒറ്റ മോളായിട്ട് ജീവിച്ചതിൻ്റെ സകല വൃത്തികെട്ട സ്വഭാവങ്ങളും എനിക്കുണ്ട്. ഉണ്ടോ? അതിന് നല്ലൊരു എന്താ പറയണത്, മാറ്റ് ഫിനിഷ് അല്ല കേട്ടോ, ഗ്ലോസി ആണേ. എൻ്റെ സാമിന് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ചു തരും, എന്താണെങ്കിലും വാങ്ങിച്ചോളാൻ പറയും. പക്ഷെ പുള്ളിക്കാരന് പേടിയാണ്. കുറച്ച് കോസ്മെറ്റിക്സ് നല്ലത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഇവിടെയും കൊണ്ടുവന്ന് കാശ് കൊടുക്കേണ്ടി വരും എന്നുള്ള പേടി. എന്നാലും ഞാൻ വാങ്ങും. പുള്ളിക്കറിയാം ഞാൻ ഈ കാര്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ എനിക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, വാങ്ങാൻ കാരണം കണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ലിപ്പിൻ്റെ ക്രയോൺസ് ആണ്, ലിപ് ക്രയോൺസ്. ഇത് വന്നിട്ട് ഇതാ കളർ കാണിച്ചു തരാവേ. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ട് എന്താ പറയുക, നമുക്ക് ലിപ് ലോക്ക് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ് ക്രയോൺസ്. ആരും ലിപ് ലോക്ക് കൊടുക്കരുത് എൻ്റെ വീഡിയോ കണ്ടിട്ട് കുട്ടികളെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നല്ല എന്താ പറയാ, എന്താ ഇനി പറയുന്നത്, ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കുന്നു നമ്മുടെ ചുണ്ടൊക്കെ. ഓക്കെ, ലൈറ്റ് വെയിറ്റ്. ഓക്കെ, എനിക്ക് ടേം കിട്ടിയില്ല, പറഞ്ഞില്ലെങ്കിൽ ഇത്ര വൃത്തിയായിട്ട് ഞാൻ പറയുന്നത്. ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതായത് നമ്മളുടെ ഇപ്പം എനിക്ക് ഉള്ള 2 എണ്ണം ഉണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചത് യൂസ് ചെയ്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തിരി ഡ്രൈ ആവും നമ്മുടെ ഇടുമ്പോൾ തന്നെ ചുണ്ട്. അപ്പം ഇങ്ങനെ ചുണ്ടിന്റെ ശരിക്കും ക്രാക്സ് അതിൽ കാണാൻ പറ്റും. ആ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് ഫോം തന്നെയാണ്. പക്ഷെ ഇത് അങ്ങനെയാണ്, ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് എന്താ അതിന്റെ സ്മെല്ലാണെങ്കിലോ കടിച്ച് നമുക്ക് ഭയങ്കര രസം തോന്നും. കടിച്ച് തിന്നാൻ തോന്നും, അത്ര തന്നെ. ഇത് ഇവയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. സെയിം തന്നെ മോളെ. ഇതും ഇവയ്ക്ക് തന്നെയാണ് ഇയറിങ്സ്. ഇവയ്ക്ക് ഇയറിങ്സ് ഇഷ്ടം, കുറച്ചും കൂടി വലുതാണ് ഇഷ്ടം. പക്ഷെ വലുത് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഗോൾഡൻ കളർ. ഇത് വാനിലയുടെ ഒരു പോക്കറ്റ് പെർഫ്യൂം. കണ്ടോ, ഫ്രണ്ട് കാണിക്കാൻ, വാനില വൈബ്സ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട്, ഇതിന്റെ പ്രൈസ് എത്രയടി? 79 രൂപ, 79 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട്. ഇതും ആ പ്രൈസിന് വർത്താണ്. ഇത് ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്, വാനില തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് അങ്ങ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, ഏത് നമ്മളോട് ഒടക്കിയ ശത്രുക്കളും തിരിച്ചു വരും. ഓക്കെ, അതൊക്കെ എനിക്കിന്റെ ആവശ്യം. സംഭവം സൂപ്പർ ആട്ടോ. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. വാനില വൈബ്സ്, മറ്റ് വാനില ക്രഷ് ആണ് കേട്ടോ, വൈബ്സ് അല്ല, സോറി, ക്രഷ് സ്റ്റുഡിയോ. ഇത് നമ്മളിങ്ങനെ അത്യാവശ്യം നല്ലൊരു, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കൊള്ളാം. ആ വാനിലയുടെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം. പിന്നെ ഇത് സ്റ്റുഡിയോ, ഇത് നെയിൽ കളർ ഇഷ്ടപ്പെട്ടോ? ഇത് നമ്മളുടെ ഈ മാനിക്യൂർ ചെയ്യുമ്പം ലേഡീസിന് അറിയാൻ പറ്റും, പെഡിക്യൂർ മാനിക്യൂർ ചെയ്യുമ്പം ഈ ഒരു ഷെയ്ഡ്
പണ്ടത്തെ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. ഇത് ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇവയ്ക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമാണ്. അവളുടെ കൈ ഭംഗിയുള്ളതുകൊണ്ട് എല്ലാ കളേഴ്സും ചേർച്ചയാണ്. ബ്ലാക്ക് ഓൾവേസ് മൈ ഫേവറേറ്റ്. സാം ഈ ഹോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സാം പറയും അതും ഇതൊക്കെ പറ്റി വാരി പൂശി ഇനിയിപ്പോൾ നിനക്കാവും സ്കിൻ അലർജി എന്ന് പറയും. പക്ഷേ എനിക്കിഷ്ടമാണ് സാം കുട്ടി. ഞാൻ വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാൻ നിങ്ങളുണ്ട് എന്നുള്ളൊരു ധൈര്യം. ഇത് സെറക്കുട്ടിയുടെ. സെറക്കുട്ടി ഭയങ്കര ബിസിയാണ് അവിടെ. ഗെയിം കളിക്കുക ഫോണിൽ. ഇങ്ങനെ നമ്മൾ തലയിൽ വെക്കാനൊക്കെ പറ്റും. സെറക്കുട്ടിക്കൊന്നല്ല, ആർക്കും വേണമെങ്കിലും വെക്കാം. ഇങ്ങനത്തെ റെഡൊക്കെ ഉണ്ട്. അവൾക്ക് റെഡ് ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഇങ്ങനത്തെ ഈ കളറാണ്, പീച്ച് കളറാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് മറ്റേ ഷൂസ് നമ്മൾ വൈപ്പ് ചെയ്യത്തില്ലേ, ആ ഒരു സംഭവം. ഇതും കൊള്ളാട്ടോ. ഇതൊക്കെ എത്ര രൂപയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒരു 49 രൂപ, വെറും 49 രൂപ. നമ്മുടെ ജഗതി ഒരു ഇതിൽ പറയുന്ന പോലെ, ഏതോ ഒരു സ്ട്രീറ്റിൽ നിന്നിട്ട് എന്തോ വിൽക്കുന്ന പോലെ. ഇത്ര 10 രൂപയും 7 രൂപയും 8 രൂപയും എന്നൊക്കെ പറഞ്ഞിട്ട് 49 രൂപയുള്ള ഈ സാധനത്തിനൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലും കിട്ടും 49 രൂപയ്ക്ക്. ഇത് ഇതിൻ്റെ ക്വാളിറ്റി മോശമാണെന്ന് ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ എന്നെ ആരും നിർബന്ധിച്ചില്ല അവിടെ നിന്ന് വാങ്ങാൻ. സുരിച്ചേച്ചി ഒന്ന് സ്റ്റുഡിയോയിൽ കയറി പർച്ചേസ് ചെയ്യുമെന്ന് ആരും പറയുന്നില്ല. നമ്മൾ ഇഷ്ടത്തിന് പോകുന്നു വാങ്ങുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ക്രീംസും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതൊക്കെ നമ്മൾ യൂസ് ആൻഡ് ത്രൂ അല്ലേ. ഷൂസൊക്കെ വൈപ്പ് ചെയ്യണ സംഭവമൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിലേക്ക് അത് യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ വെറ്റ് വൈപ്സ്, അതും വെറുതെ ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 29 രൂപ. ഒരു 10 വാങ്ങിക്കായിരുന്നു. 29 രൂപ ഉള്ളൂ. ഇത് കണ്ടോ മാല. എനിക്കല്ല കേട്ടോ, ഇത് ഇവയ്ക്കാണ്. ഇവ ഇങ്ങനത്തേക്ക് ഇടും. സ്വർണ്ണം ഇഷ്ടമല്ല. പിന്നെ നേരത്തെ കാണിച്ചില്ലേ പെർഫ്യൂംസ്. ഇത്രയാണ് എനിക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുള്ളൂ. കുറച്ചും കൂടിയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ സെറ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മൊബൈൽ ഫോണിൻ്റെ നെറ്റ് അവതാളത്തിലായപ്പോൾ പോകണമെന്ന് പറഞ്ഞു. അപ്പം എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോയ ആ ഒരു ഹാങ് ഓവർ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തീർത്തു എന്ന് വേണം പറയാൻ. ഇടയ്ക്കൊക്കെ ഉള്ളോട്ട് ഇങ്ങനത്തെ ഷോപ്പിംഗ്. പുള്ളിക്കാരൻ വരുമ്പം ഈ ഒരു ഏരിയയിലേക്ക് അധികം എന്നെ കയറ്റാൻ പേടിയാണ്. എന്നാലും ഞാൻ കട്ടുപോയിട്ട് വാങ്ങാറുമുണ്ട്. ഇതൊക്കെ നല്ല എന്താ പറയാ, ഇതൊക്കെ നമ്മൾ പക്ഷെ ഞാൻ ഒരിക്കലും നല്ലതാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു സംഭവം ഇട്ടിട്ട് എൻ്റെ ലിപ്പൊന്നും ഡ്രൈ ആയിട്ടില്ല കേട്ടോ. ഹൈലൈറോണിക് ആസിഡിൻ്റെ ലിപ് സ്റ്റെയിൻ ഇട്ടിട്ട്. പിന്നെ കളർ വന്നിട്ട് സ്വീറ്റ് പീച്ച് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതാ സ്വീറ്റ് പീച്ച് എന്ന് പറഞ്ഞ സംഭവം. കളർ കാണിക്കണോ? ഇത് കൊള്ളാം. ഇതിൻ്റെ പ്രൈസ് വില വന്നിട്ട് എത്രയായിരുന്നു? ഇതിൻ്റെ വില വന്നിട്ട് വില ഓർക്കുന്നില്ല കേട്ടോ. എന്തായാലും 200 ബിലോ ആണ് കേട്ടോ, ഷുവറാണത്. ഇത് നമ്മളുടെ ലിപ് ക്രയോൺസ്. ഇതിൽ ഈ ലിപ് ക്രയോൺ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു എന്തോ പോലെ ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ് ഇടാത്തതുകൊണ്ടിട്ടാണ്. പക്ഷെ നമ്മൾ ഇതേപോലത്തെ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വൈറ്റ് കളറുള്ള ഒരു കുർത്തിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനത്തെ ഇടുമ്പോൾ കുറച്ചും കൂടെ രസമായിരിക്കും. നമ്മൾ നന്നായിട്ട് ഗ്രൂം ചെയ്തിട്ടൊക്കെ സിമ്പിളായിട്ട്. അപ്പം ഇത് അപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഷെയ്ഡ് എനിക്ക് കിട്ടി കുറഞ്ഞ വിലയ്ക്ക്. പക്ഷെ ഇതൊക്കെ റെഗുലർലി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ചുണ്ടിൽ കോപ്പറും കാര്യങ്ങളൊക്കെ എത്രയാണ് നമുക്ക്, കാരണം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ലല്ലോ എന്താണെന്ന്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത് നല്ലതാണ്, ഇത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. അപ്പം ബൈ, ലവ് യു. അപ്പോൾ കൊച്ചിൻ്റെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം കേട്ടോ. അവളെ കൊണ്ടുവന്ന് കാണിച്ചു. അവൾക്ക് കൊടുക്കുന്ന സെയിം മരുന്നൊക്കെ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വേറെ നല്ല ഡോക്ടർ ഇപ്പോഴും എന്നോട് പറഞ്ഞു, രാജഗിരിയിൽ എന്നോട് അവക്കടെ പീഡിയാട്രീഷ്യൻ പറഞ്ഞു അലർജി ടെസ്റ്റ് ഇപ്പം തൽക്കാലത്തേക്ക് ചെയ്യേണ്ട, ഓൾറെഡി അവൾക്ക് അലർജി ഉണ്ട്. അപ്പോൾ ഇനിയൊരു അലർജിൻ കൂടെ കൊടുക്കുമ്പം അവൾക്കത് ബുദ്ധിമുട്ട് വരും. പിന്നെ IgE ഒക്കെ ഇപ്പോൾ ചെയ്താലും എല്ലാം ഹൈ ലെവലായിട്ടായിരിക്കുള്ളൂ കാണിക്കുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് അതിപ്പോൾ ചെയ്യേണ്ട, എല്ലാം നോർമലായി കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ടുവരാൻ പറഞ്ഞു. അവളിപ്പോൾ ഓക്കെ ആയിട്ടോ. അവൾക്ക് മരുന്ന് അവിടെ വെച്ച് തന്നെ ഞാൻ കൊടുത്തു. മരുന്ന് കൊടുത്തോണ്ടാണോന്ന് അറിയത്തില്ല, മോൾക്ക് നന്നായിട്ട് വിശന്നു. ഉടനെ നമ്മുടെ പലഹാരത്തിലേക്ക് വന്നു. ഇത് നമ്മുടെ കാക്കനാട് സീപോർട്ട് എയർപോർട്ടിൽ ഉള്ളൊരു ഇതാണ് കേട്ടോ, റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. നല്ലതാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു ഹോർലിക്സ് ടീയും പിന്നെ വേറെ എന്തോ ഒന്ന് കഴിച്ചു. ഓക്കെ, എന്തോ വെജിൻ്റെ സമൂസയോ അങ്ങനെ എന്തോ ഞാൻ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോയി. അവളുടെ മൈൻഡൊന്ന് റിഫ്രഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇവയുടെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.